ഹലോ, നമസ്കാരം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിഞ്ഞൂടാ, 2025 ഒരു സ്കൂളിൽ തന്റെ സുഹൃത്തുക്കളായ സഹപാഠികളിൽ നിന്ന് ബുള്ളിയിങ് ഏറ്റതിന്റെ പേരിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. ഇപ്പോഴിതാ കുട്ടികൾ പരസ്പരം അടിക്കുകയും ഇടിക്കുകയും ചെയ്യുന്ന വീഡിയോകൾ പ്രചരിക്കുകയാണ്. അതോർത്ത് മാതാപിതാക്കൾ ദുഃഖിതരാകുന്നു. അത് കഴിഞ്ഞ് പോലീസ് അതിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നു. അവർ ജുവനൈൽ ഹോമിലേക്കോ ജയിലുകളിലേക്കോ റിമാൻഡിലോ ഒക്കെ വിടുന്നു. കൂടാതെ സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരായി അവരെ എല്ലാവരെയും നല്ല ചീത്തയും വിളിക്കുന്നു. എല്ലാം ചെറിയ കുട്ടികളാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. പക്ഷെ എനിക്കൊരു സംശയം, ഇതിലൊക്കെ കുട്ടികൾ മാത്രമാണോ കുറ്റവാളികൾ? ഇവരുടെ മാതാപിതാക്കൾക്ക്, ഇവർക്ക് രക്ഷിതാക്കൾക്ക് ഇതിലൊന്നും ഒരു പങ്കുമില്ലേ? ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന രക്ഷിതാക്കൾ ഒരു കുട്ടിയെ ജനിപ്പിച്ച് ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഉത്തരവാദിത്വവും നമ്മുടെയാണ്. അവരെ നോക്കുക, അവളെ വളർത്തുക, അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക, അവരെ നേർവഴി നടത്തുക. ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരു ഫോൺ കൊടുത്ത് വായിൽ സ്പൂണിൽ ഫുഡ് വെച്ച് കൊടുക്കുന്ന സമയം തൊട്ട് ആ ഫോണിൽ നിന്ന് ഇറങ്ങി വരാത്ത കുട്ടികൾ മറ്റേതോ ഒരു ലോകത്താണ്. അതിന് കാരണക്കാർ നിങ്ങൾ മാത്രമാണ്. മാതാപിതാക്കളെ, നിങ്ങൾ മാത്രമാണ്. അവരുടെ ചുറ്റുപാടും നടക്കുന്നത് എന്താണെന്ന് പോലും അറിയാതെ അവർ ജീവിക്കുന്ന ഏതോ ഒരു മായിക ലോകത്ത് അവർ കണ്ടുമുട്ടുന്ന ആൾക്കാർ, ഒരു പരിചയമില്ലാത്ത സ്ട്രേഞ്ചേഴ്സ്, അവർക്ക് വേണ്ടി ഒരു ജീവൻ വിളിക്കുകയാണ്. ഒരു പരിചയമില്ലാത്ത ആരൊക്കെയോ പറയുന്നത് കേട്ട് മറ്റാരെയോ അടിച്ചും ഇടിച്ചും തകർക്കാൻ ഇറങ്ങി തിരിക്കുകയാണ്. കൂട്ടം കൂടുകയാണ്, ആക്രോശിക്കുകയാണ്. അവർ കാണുന്ന സിനിമയുടെ ചെറിയ ക്ലിപ്പിംഗ്സ്, അവർ കാണുന്ന ചെറിയ ചെറിയ റീൽസ്, ഇതൊക്കെയാണ് അവർ വിശ്വസിച്ചു പോകുന്നത്. അതൊന്നുമല്ല ജീവിതം എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. ഒരു ഫോൺ കൊടുത്ത് ഭക്ഷണം കൊടുക്കാൻ പഠിപ്പിക്കുന്ന നിങ്ങൾ തന്നെയാണ് ഇതിനൊക്കെ കാരണക്കാർ. നാനാവശത്തു നിന്നും ഘോരഘോരമായ ബോധവൽക്കരണമൊക്കെ ഉണ്ട് സ്ക്രീൻ ടൈമിനെ കുറിച്ചും ഫോൺ ഉപയോഗിക്കരുതെന്നതിനെ കുറിച്ചും. പക്ഷെ മാതാപിതാക്കളെ, നിങ്ങൾ ഇതൊന്നും കേൾക്കുന്നില്ലേ? നിങ്ങൾ ഇതിനെപ്പറ്റി ബോധോടോ വറീഡോ അല്ലേ? നിങ്ങളുടെ മക്കൾ ഇങ്ങനെയൊക്കെ ചെന്ന് പെട്ട് കഴിയുമ്പോൾ കരയുകയും നിലവിളിക്കുകയും വക്കീലിനെ കാണാൻ ഓടുകയും ചെയ്യാൻ മാത്രമാണോ നിങ്ങളുടെ ഉത്തരവാദിത്വം? സ്ട്രിക്റ്റ് ആവേണ്ടടുത്ത് സ്ട്രിക്റ്റ് ആകുക തന്നെ വേണം രക്ഷിതാക്കൾ. ആ സ്ട്രിക്ട്നെസ് മാറിയെടുത്ത് നിന്നാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം തുടങ്ങുന്നത്. സ്ട്രിക്റ്റ് ആകുക എന്നതിന്റെ അർത്ഥം ചൂരിലെടുത്ത് ബെഞ്ചിൽ കെട്ടിയിട്ട് അടിക്കുക എന്നതൊന്നും അല്ല. നിങ്ങളുടെ പണമില്ലാതെ, നിങ്ങളുടെ ഷെൽട്ടർ ഇല്ലാതെ, നിങ്ങളുടെ സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഈ പ്രായത്തിൽ അവർ ഇത്രയുമൊക്കെ ചെയ്യണമെങ്കിൽ അതിന്റെ കാരണം നിങ്ങൾ മാത്രമാണ്. അതിന്റെ ഒന്നാമത്തെ കാരണം നമ്മുടെ വീടുകളിൽ ഉണ്ടാവേണ്ട മനസ്സമാധാനമാണ്. നിരന്തരമായി വഴക്കുണ്ടാകുന്ന വീട്ടിലെ കുട്ടികളുടെ മാനസികാവസ്ഥ യുദ്ധഭൂമിയിലെ പട്ടാളക്കാരനെ പോലെയാണെന്നാണ് പറയപ്പെടുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ചുറ്റും നോക്കിയാൽ അറിയാം. സ്ഥിരമായി വഴക്കുണ്ടാക്കിയിരുന്ന ഒരു കുടുംബത്തിലെ ഒരു മദ്യപാനിയായ അച്ഛന്റെ മക്കൾ കുറച്ച് വലുതായി കഴിഞ്ഞ് അവർക്കൊരു കുടുംബം ഉണ്ടാകുമ്പോഴും അവരിലെ മാനസിക സംഘർഷം, ട്രോമ മാറിയിട്ടുണ്ടാവില്ല. ഒരു കുട്ടിക്ക് എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നതും ആവശ്യപ്പെടുന്നതെല്ലാം അംഗീകരിച്ചു കൊടുക്കുന്നതും അല്ല നല്ല സ്നേഹമുള്ള മാതാപിതാക്കൾ. അവരെ നേർവഴിക്ക് നടത്തുന്നവരാണ്. നിങ്ങളാണ് കുറ്റക്കാർ. ആ കുഞ്ഞുങ്ങളെക്കാൾ നിങ്ങൾ തന്നെയാണ് കുറ്റക്കാർ.